സ്വാഗതം. സത്യേക ദൈവമേ നമോ നമോ. ത്രിയേക ദൈവമേ നമോ നമോ. ബാബ തിരുമേനി, ശ്രേഷ്ഠ നിയുക്ത ബാബ തിരുമേനി, അഭിനന്ദനായ പിതാക്കന്മാരെ, സഭയുടെ ബഹുമാനപ്പെട്ട സ്ഥാനികളെ, നിയുക്ത മെത്രാപ്പൊലീത്തമാരെ, വന്ദ്യരായ മണ്ഡാച്ചന്മാരെ, വന്ദ്യരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, സഭയുടെ അസോസിയേഷൻ അംഗങ്ങളെ, സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, കോട്ടയം നഗരം അക്ഷരാർത്ഥത്തിൽ പുളകമണിയുകയാണ്. ഇതിനു മുൻപ് ആർക്കും നടത്തുവാൻ കഴിയാത്ത വലിയ പ്രകടനം നമ്മൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ പ്രകടനം തുടങ്ങിയ പോപ്പ് മൈതാനം നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്നു. MC റോഡ് 2 ഭാഗങ്ങളിൽ ചിങ്ങവനത്തും വടക്ക് ഏറ്റുമാനൂരിലും ബ്ലോക്കായി നിൽക്കുന്നു. നമ്മുടെ ആളുകൾ പകുതിയിലധികം ആളുകൾ ഇനിയും ഇവിടെ എത്തുവാനുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ അനുഭവിച്ച പീഡനങ്ങളും നമ്മൾ അനുഭവിച്ച വേദനകളും സഹിക്കവയ്യാതെയാണ് ഈ വലിയ സമ്മേളനം വിളിച്ചു ചേർക്കുവാൻ പരിശുദ്ധ ബാബ തിരുമനസ്സുകൊണ്ട് തീരുമാനിച്ചു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കണം, നീതി നിഷേധം അവസാനിപ്പിക്കണം, നീതിന്യായ വ്യവസ്ഥകൾ മാനിക്കണം, പള്ളി കയ്യേറ്റങ്ങൾ അവസാനിപ്പിക്കണം. ഈ വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ കൂടുന്ന ഈ മഹാസമ്മേളനത്തിന്റെ മുഖ്യ വിഷയം. വർഷങ്ങളോളം നീണ്ടുനിന്ന സഭാ കേസ് 1995 സുപ്രീം കോടതി വിധി പറഞ്ഞു. 1995 സുപ്രീം കോടതി വിധി പറയുന്നതിന് മുൻപ് സുപ്രീം കോടതി ഇരു ഭാഗത്തോടും ചോദിച്ചു, ഈ പ്രശ്നം രമ്യമായി അനുരഞ്ജനത്തിലൂടെ പരിഹരിച്ചുകൂടെ, ചർച്ചയിലൂടെ പരിഹരിച്ചുകൂടെ എന്ന് ചോദിച്ചു. നമ്മൾ കോടതിയിൽ പറഞ്ഞു നമ്മൾ തയ്യാറാണ്. പക്ഷെ കേസ് കൊടുത്തത് നമ്മളല്ല, മറുഭാഗമായിരുന്നു. അവർ പറഞ്ഞു കോടതി എടുക്കുന്ന ഏതു തീരുമാനവും അംഗീകരിച്ചു കൊള്ളാം. 1995 കോടതി വിധി പറഞ്ഞു 1934 ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കണം. നമുക്ക് അനുകൂലമായി കോടതി വിധിച്ചു. ജസ്റ്റിസ് മണിമഠ് എന്ന നിരീക്ഷകനെ ഇരുഭാഗവും ചേർന്ന് സമ്മതിച്ച് 2002 അസോസിയേഷൻ നടത്തുവാനായി കൊണ്ടുവന്നു. 2002 അസോസിയേഷൻ നടത്തുന്നതിന് വേണ്ടി ജസ്റ്റിസ് മണിമഠിനെ നിരീക്ഷകനായി കൊണ്ടുവരുമ്പോൾ ആ നിരീക്ഷകനുള്ള ഫീസ് കെട്ടിവെച്ചത് നമ്മളും മറുഭാഗവും ചേർന്നാണ്. എന്നാൽ
നമ്മുടെ 21 ആളുകൾ മാത്രമേ അവരുള്ളൂ എന്ന് ബോധ്യമായപ്പോൾ മലങ്കര അസോസിയേഷൻ ബഹിഷ്കരിച്ച് 2002 ഒരു പുതിയ സഭയുണ്ടാക്കി. ഇപ്പോൾ ഇവിടെ സംജാതമായിരിക്കുന്ന സംഗതികൾ എറണാകുളം ജില്ലയിലെ നമ്മുടെ പള്ളികളിൽ ചിലത് പിടിച്ചെടുക്കുവാനുള്ള ശ്രമങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ റവന്യൂ ഉദ്യോഗസ്ഥരുടെ നടക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഈ സമ്മേളനം വിളിച്ചു ചേർത്തത്. വോട്ട് ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനമാണ് എറണാകുളം ജില്ലയിൽ നടക്കുന്നതെന്ന് ഏവർക്കും ബോധ്യമായി. എറണാകുളം ജില്ലയിൽ ചില പള്ളികളിൽ നമ്മുടെ മറുഭാഗത്തിൽ പിന്തുണയുണ്ട്, ഭൂരിപക്ഷമുണ്ട് എങ്കിൽ ചില പള്ളികളിൽ മാത്രം മറുഭാഗത്തിന് ചില ഭൂരിപക്ഷമുണ്ടെങ്കിൽ മറ്റുള്ള പള്ളികളിലൊക്കെ മലങ്കര സഭയുടെ ശക്തിയാണ്. യാതൊരു തർക്കവുമില്ല. ഒരു പള്ളികളും നമ്മൾ വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ല. 1934 ഭരണഘടനയനുസരിച്ച് ഭരിക്കപ്പെടേണ്ട പള്ളികളാണ് എല്ലാ പള്ളികളും എന്ന് നമ്മൾ ഇന്ന് തീരുമാനിക്കുകയാണ്. ഒക്ടോബർ മാസം 19-ാം തീയതി എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ ഒരു സമ്മേളനം നടന്നു. ഏതാണ്ട് 20,000-ഓളം ആളുകൾ അവിടെ പങ്കുകൊണ്ടു എന്നാണ് അവർ തന്നെ സമ്മതിച്ചിട്ടുള്ളത്. മറൈൻ ഡ്രൈവിൽ നടന്ന സമ്മേളനത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടവർക്കും പിറ്റേ ദിവസം വാർത്തകൾ വായിച്ചവർക്കും അറിയാം. പ്രമുഖനായ കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിനോട് സ്വാഗത പ്രസംഗ സമയത്ത് സൂചിപ്പിക്കുന്നു, ഇനിയും വേണമെങ്കിൽ ഒരു അവസരം കൂടി നിങ്ങൾക്ക് തരാം. പക്ഷേ നല്ലതുപോലെ വിശുദ്ധ വേദപുസ്തകം പഠിച്ച ആളായിരുന്നു അത് കേട്ടത് എന്നുള്ളതിനാൽ അദ്ദേഹം ചിന്തിച്ചത് സാത്താൻ കുന്നിന്റെ മുകളിലേക്ക് യേശുതമ്പുരാനെ കൊണ്ടു നിർത്തിയിട്ട് പറഞ്ഞ ആ വലിയ സംഭവമായി. നമ്മൾ പറഞ്ഞാൽ അതിനൊരു തൂക്കമുണ്ടായിരുന്നു. കാരണം നമ്മൾ 25 ലക്ഷത്തോളം ആളുകളുണ്ട്. മറുഭാഗം തുച്ഛമായ ആളുകൾക്ക് എങ്ങനെ ഒരു ഗവൺമെന്റിനെ ഭരണത്തിലേക്കുവാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് അന്ന് ആളുകൾ ചിന്തിച്ചു. വിഘടിത സഭയുടെ ബാവ എന്ന് അവകാശപ്പെടുന്ന മെത്രാപ്പോലീത്ത പിന്നീട് വലിയൊരു പ്രഖ്യാപനം കേരളത്തിൽ നടത്തി. ആ പ്രഖ്യാപനം എന്തായിരുന്നു? പോലീസിന്റെ സഹായത്തോടെ തൃക്കുന്നത്ത് പള്ളിയിൽ ഞങ്ങൾ കയറും. പിന്നീട് പറയുന്നു പറഞ്ഞത് യെരൂശലേം പള്ളിയിൽ കയറിയതുപോലെ കയറുമെന്നാണ്. എന്നോട് പലരും വിളിച്ച് ചോദിച്ചു, എന്തുകൊണ്ട് ഇതിന് മറുപടി നൽകുന്നില്ല? പത്രത്തിലൂടെ നമ്മൾ മറുപടി പറഞ്ഞില്ല, പത്രപ്രസ്താവനകൾ ഇറക്കിയില്ല. കാരണം യെരൂശലേം പള്ളിക്കകത്ത് കയറിയ യേശുതമ്പുരാനാണെങ്കിൽ യെരൂശലേം പള്ളിയുടെ മുകളിൽ കയറിയ ഒരാളാണ്. ആ ആള് കയറുന്നത് പോലെ അദ്ദേഹവും അവകാശപ്പെട്ടത് യെരൂശലേം പള്ളിയുടെ മുകളിൽ ചെകുത്താൻ കയറിയപ്പോൾ ആ ചെകുത്താനും അവകാശപ്പെട്ടത് ഞാൻ നേതാവാണ് എന്നായിരുന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, യെരൂശലേം പള്ളിയുടെ മുകളിൽ കയറുന്നത് പോലെ ആയിരിക്കും കയറുമെന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ തൃക്കുന്നത്ത് കയറുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മറുപടി പറയാതിരുന്നു. വിഘടിത സഭ കോടതിയുടെ വിധിയെ തുടർന്ന് വിധിയുമായി കോതമംഗലം മർത്തോമൻ ചെറിയ പള്ളിയിലേക്ക് നമ്മുടെ തോമസ് പോൾ റമ്പാച്ചന്റെ നേതൃത്വത്തിൽ യജമാനൻ കടന്നു ചെന്നപ്പോൾ കാവൽക്കാർ മാറിത്തന്നു. തൃശൂർ ഭദ്രാസനത്തിൽ തൃശൂരിലുള്ള ഇളനാട് സെന്റ് മേരീസ് പള്ളിയിലേക്ക് ഇതുപോലെ കോടതി വിധിയുമായി കഴിഞ്ഞ ഒക്ടോബർ മാസം 27-ാം തീയതി നമ്മൾ ചെന്നപ്പോൾ യജമാനൻ ചെല്ലുന്നത് കണ്ട് വഴിമാറിത്തന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വിജയത്തിന്റെ ദിനങ്ങളാണ്. പള്ളികൾ പിടിച്ചെടുക്കാമെന്ന് ധരിക്കുന്നെങ്കിൽ ആ ധാരണ തെറ്റാണെന്ന് ഇന്ന് കോട്ടയത്ത് നടക്കുന്ന ഈ മഹാസമ്മേളനം തെളിയിക്കുകയാണ്. നമ്മളിവിടെ വിളിച്ചു ചേർക്കുവാൻ ഉദ്ദേശിച്ചത് 1 ലക്ഷത്തോളം ആളുകളെ ആണെങ്കിൽ അതിനപ്പുറത്തേക്ക് ആളുകൾ ഇവിടെ കടന്നു വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും പോപ്പ് മൈതാനം നിറഞ്ഞു കവിഞ്ഞ് അവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു പള്ളിയും വിട്ടുകൊടുക്കുകയില്ല, നമ്മുടെ അധീനതയിലുള്ള ഒരു പള്ളികളും നിങ്ങൾ വിട്ടുകൊടുക്കുകയില്ല എന്ന് എനിക്കറിയാം. കാരണം നിങ്ങളുടെ സിരകളിലൂടെ ഒഴുകുന്നത് ഓർത്തഡോക്സ് രക്തമാണ്. ഓർത്തഡോക്സ് രക്തം സിരകളിലൂടെ ഒഴുകുന്ന അമ്മമാരുടെ മുലപ്പാൽ
മലങ്കര സഭയുടെ ഒരു പണിയും ഏതെങ്കിലും രാഷ്ട്രീയ സ്വാധീനത്താൽ ഏതെങ്കിലും ആളുകളുടെ ഒത്താശയാൽ പിടിച്ചുകൊണ്ട് പോകാമെന്ന് ധരിച്ചാൽ ആ ധാരണ തെറ്റാണ്. എന്നാൽ ഇനിയും കൂടെ കൂടെ തൃക്കൂന്നത്ത് കയറുമെന്ന് പറഞ്ഞാൽ അനുഭവം മറിച്ചാലും അന്നത്തേക്ക് ഞങ്ങളുടെ കുന്തമൺ ഭദ്രാസനത്തിലുള്ള മഞ്ഞിക്കല മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പതാക പറക്കുന്ന മഞ്ഞിക്കലയായി മാറും. അതുകൊണ്ട് വിഘടിത ഭാവയെ ഇനിയും ഈ പ്രസ്താവന നിർത്തിക്കൊള്ളുക. ഇത്രയും നാൾ ഞങ്ങൾ ഇത്ര കടുത്ത ഭാഷയിൽ സംസാരിച്ചിട്ടില്ല. പക്ഷേ ഭീഷണി മുഴക്കുന്ന ശബ്ദമാണെങ്കിൽ ഞങ്ങൾക്ക് സംസാരിച്ചേ മതിയാകൂ എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ കാര്യം ഇവിടെ പറഞ്ഞുപോയത്. പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ കേരളത്തിൽ വന്നപ്പോ അദ്ദേഹത്തെ സന്ദർശിച്ചിട്ട് ഒരു രാഷ്ട്രീയ നേതാവ് പത്രങ്ങൾക്ക് അഭിമുഖം കൊടുത്തു. എന്താണെന്നറിയുമോ? പാത്രിയർക്കീസ് ബാവയുടെ എല്ലാ പരിപാടികളും വിജയമായത് കേരളത്തിൽ അദ്ദേഹത്തിന് എത്രമാത്രം പിന്തുണയുണ്ടെന്നുള്ളതിന്റെ തെളിവാണ് പോലും. ദാസ് ക്യാപിറ്റലിന്റെ ഒരു കോപ്പി കൂടി പാത്രിയർക്കീസ് ബാവയുടെ കയ്യിൽ കൊടുത്തതിനു ശേഷമാണ് ഈ പ്രസ്താവന ഇറക്കിയത്. പക്ഷേ അതിനുശേഷം പരിശുദ്ധ ബാവ തിരുമേനി മലങ്കര സഭയുടെ മക്കളെ വിളിച്ചു ചേർക്കുവാൻ തീരുമാനിച്ചപ്പോൾ ഗവൺമെന്റിന് മനസ്സിലായി മലങ്കര സഭയുടെ മക്കളെ തച്ചുടയ്ക്കുവാൻ നമ്മുടെ പള്ളികൾ പിടിച്ചെടുക്കുവാൻ സാധ്യമല്ല എന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ നമ്മുടെ ഈ സമ്മേളനം നടക്കുന്ന ഈ നഗരി, ഈ നഗരവാസികളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുന്നതിന് വേണ്ടി, യാത്രാ തടസ്സം ഒഴിവാക്കുന്നതിന് വേണ്ടി കടന്നു വരുന്ന വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മുടെ സമ്മേളനം നമ്മൾ നെഹ്റു സ്റ്റേഡിയത്തിൽ നടത്തുന്നതിനായിരുന്നു നമ്മൾ ആദ്യം തീരുമാനിച്ചത്. പക്ഷേ ഇവിടെ നഗരസഭയിൽ അത് വോട്ടിനിട്ടു. നഗരസഭയിൽ വോട്ടിനിട്ട് മലങ്കര സഭയ്ക്ക് അത് തരില്ല എന്ന് തീരുമാനിച്ചു. പിന്നീട് തരാമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ പറഞ്ഞു വേണ്ട. കാരണം എന്തുകൊണ്ട് നമ്മൾ പറഞ്ഞു? ഈ വോട്ടിനിട്ട വോട്ട് ചെയ്ത കൊച്ചു പിള്ളേര് മനസ്സിലാക്കിയോ? ഈ സഭ AD 52 അന്ന് കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടിട്ടില്ല. മുനിസിപ്പാലിറ്റി എന്ന സ്വപ്നം പോലും ആളുകളുടെ മനസ്സിലില്ല. കോട്ടയത്ത് മലങ്കര ഓർത്തഡോക്സ് സഭയെ മാറ്റി നിർത്തുവാൻ സാധിക്കില്ല. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ശക്തി ഇന്ന് നമ്മൾ വിളിച്ച് അറിയിച്ചിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. മലങ്കര മെത്രാപ്പോലീത്തായും പൗരസ്ത്യ കാതോലിക്കായുമായ മോറന്മാർ ബസേലിയോസ് മാർത്തോമാ ദിദിമോസ് പ്രഥമൻ ബാവ തിരുമേനി, പരിശുദ്ധ ബാവ തിരുമേനി മലങ്കര സഭയുടെ മക്കളോട് കൽപ്പന അയച്ചിട്ട് ഇന്നേക്ക് 14 ദിവസം തികയുന്നതേയുള്ളൂ. 1.5 വർഷത്തെ പരിശ്രമം കൊണ്ട് നടത്തിയ സമ്മേളനമാണ്. റോയൽ കോടതി വിധിയിലൂടെ കേരളത്തിൽ അംഗീകാരം കിട്ടിയ സ്ഥാനമാണ് മലങ്കര മെത്രാപ്പൊലീത്ത സ്ഥാനം. ഈ സ്ഥാനം ആർക്കും കവർന്നെടുക്കുവാനോ ആർക്കും അവകാശപ്പെടുവാനോ പറ്റിയതല്ല. പരിശുദ്ധ ബാവ തിരുമേനി രാത്രികാലങ്ങളിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ പരിശുദ്ധ ബാവ തിരുമനസ്സുകൊണ്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പള്ളികൾ പിടിച്ചെടുക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന ബാവ അല്ലിത് പള്ളികൾ സംരക്ഷിക്കുന്ന ബാവയാണ്. പരിശുദ്ധ ബാവ തിരുമേനിയുടെ പ്രാർത്ഥന മലങ്കര സഭയ്ക്ക് വലിയൊരു ഉരുക്കു കോട്ട പോലെ മലങ്കര സഭയെ ചുറ്റി നിൽക്കുകയാണ്. പരിശുദ്ധ ബാവ തിരുമേനി അങ്ങയുടെ കൽപ്പന കേട്ട് ഇതാ 25 ലക്ഷം ജനങ്ങളുടെ പ്രതിനിധികൾ, 1 ലക്ഷത്തോളം ആളുകൾ ഇതാ ഇവിടെ കോട്ടയം നഗരത്തിൽ സംഘടിച്ചിരിക്കുന്നു. അങ്ങ് കൽപ്പിച്ചാട്ട് മലങ്കര സഭയുടെ മക്കൾ തയ്യാറാണ്. മലങ്കര സഭയെ ശക്തീകരിക്കുവാൻ മലങ്കര സഭയുടെ മക്കൾ അങ്ങയുടെ കൽപ്പന കേട്ട് ഏതറ്റം വരെയും പോകുവാൻ തയ്യാറാണ്. പരിശുദ്ധ ബാവ തിരുമേനി ഇവിടെ സംഘടിച്ചിരിക്കുന്ന ഈ വിശ്വാസികൾ പറയുന്നു, അങ്ങ്
ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. അങ്ങേ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം. ശ്രേഷ്ഠ നിയുക്ത ബാബ തിരുമേനി നമ്മുടെ പ്രതീക്ഷയാണ്, നമ്മുടെ വിശ്വാസമാണ്. പരിശുദ്ധ ബാബ തിരുമേനിയോടൊപ്പം നിന്ന് മലങ്കര സഭയ്ക്ക് ശക്തി പകരുന്ന ശ്രേഷ്ഠ നിയുക്ത ബാബ തിരുമേനിയെ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. അഭിമന്യനായ തോമസ് മാർ അത്താനാസ്യോസ് തിരുമേനി ഈ സമ്മേളനത്തെ ചുക്കാൻ പിടിക്കുന്ന മെത്രാപ്പോലീത്തയാണ്. നമ്മുടെ ശക്തിയാണ്, നമ്മുടെ ഓജസ്സാണ്. അഭിമന്യനായ അത്താനാസ്യോസ് തിരുമേനിയെ നിങ്ങൾ ഏവരുടെയും പേരിൽ ഇതാ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭിമന്യ ഡോക്ടർ തോമസ് മാർ അത്താനാസ്യോസ് തിരുമേനി മലങ്കര സഭയുടെ യോജിപ്പാണ് 1995 വിധിയിലൂടെ ഉണ്ടായത് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മലങ്കര സഭയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നിലകൊള്ളുന്ന മെത്രാപ്പോലീത്തയാണ്. അഭിമന്യ തോമസ് മാർ അത്താനാസ്യോസ് ഡോക്ടർ തോമസ് മാർ അത്താനാസ്യോസ് മെത്രാപ്പോലീത്തയെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അഭിമന്യരായ പിതാക്കന്മാർ, അഭിമന്യ ഡോക്ടർ മാത്യൂസ് മാർ സേവേറിയോസ് മെത്രാപ്പോലീത്ത, ഇവിടെ ഇന്ന് നടക്കുന്ന ഈ സമ്മേളനത്തിൽ നമ്മൾക്ക് പ്രതിജ്ഞാവാചകം ചൊല്ലിത്തരുകയാണ്. പരിശുദ്ധ സുന്നതദോസിന്റെ സെക്രട്ടറിയാണ്. അഭിമന്യ മാത്യൂസ് മാർ സേവേറിയോസ് തിരുമേനിയെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യും. അഭിമന്യരായ പിതാക്കന്മാരെ, തിരുമേനിമാരെ എല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ നമ്മുടെ സഭയുടെ വൈദിക ട്രസ്റ്റി കഴിഞ്ഞ നവംബർ മാസം 19-ാം തീയതി മറൈൻഡ്രയിൽ ഒരു യോഗം നടന്നപ്പോൾ ഞാൻ കേട്ടില്ല, ആളുകൾ പറഞ്ഞറിഞ്ഞു. അവിടെ ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേട്ടത് കോനാട്ടച്ചന്റെ പേരായിരുന്നു. വന്നിനായ കോനാട്ടച്ച ഭീഷണിയുടെ സ്വരവും പരിഹാസത്തിന്റെ സ്വരവും അവിടെ മറൈൻഡ്രയിൽ ഉണ്ടായി. എന്നാൽ മലങ്കര സഭയുടെ മക്കൾ ഇതാ വിളിക്കുന്നു, മലങ്കര സഭയുടെ മക്കൾ ഇതാ വിളിക്കുന്നു, കോനാട്ടച്ച നേതാവേ, നയിച്ചോളൂ. തലയെടുപ്പുള്ള കോനാട്ട് കുടുംബത്തിലെ അച്ഛ, പാരമ്പര്യമുള്ള കോനാട്ട് കുടുംബത്തിലെ അച്ഛ, ഈ വേദിയിലേക്ക് അച്ഛനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ ആത്മായ ട്രസ്റ്റി ശ്രീ MG ജോർജ് മുത്തൂറ്റ് അവர்கள் കേരളത്തിലും കേരളത്തിന് പുറത്തും അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് മലങ്കര സഭയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നയാൾ. ബഹുമാന്യനായ ആത്മായ ട്രസ്റ്റി ശ്രീ MG ജോർജ് മുത്തൂറ്റ് അവരുടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഭക്തിപ്രമേയം അവതരിപ്പിക്കുന്നത് സഭയുടെ മുൻ ട്രസ്റ്റി ബഹുമാന്യനായ ഡോക്ടർ അലക്സാണ്ടർ കാരക്കൽ അവരുകളാണ്. ബഹുമാന്യനായ അലക്സാണ്ടർ കാരക്കൽ സാറിനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രതിഷേധ പ്രമേയം അവതരിപ്പിക്കുന്നത് വന്ദിനായ തോമസ് പോൾ റമ്പാച്ചനാണ്. റമ്പാച്ചനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വേദിയിൽ ഒരു വനിതാ പ്രാതിനിധ്യമുണ്ട്, ശ്രീമതി പ്രിയ ജേക്കബ്. മലങ്കര സഭയിലെ മഹിളകളുടെ അഭിമാനമായ ശ്രീമതി പ്രിയ ജേക്കബിനെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിയുക്ത മെത്രാപ്പോലീത്തമാർ, ബഹുമാന്യനായ മത്തായി ഇടയനാലച്ചൻ, സഭയുടെ മുൻ ട്രസ്റ്റിമാർ, സഭയുടെ മുൻ സെക്രട്ടറിമാർ, സഭയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, സഭയിലെ വന്ദിരായ റമ്പാച്ചന്മാർ, സഭയിലെ വന്ദിരായ വൈദിക ശ്രേഷ്ഠർ, ഏവരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യരായ സിസ്റ്റേഴ്സിനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിശ്വാസികൾ ഒട്ടനവധി ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. പക്ഷേ പലരും കിലോമീറ്ററുകൾക്കപ്പുറം കിടന്ന് ഇങ്ങോട്ട് വരുന്നതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ്. പലപ്പോഴും
ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പുതുപ്പള്ളിയിൽ കിടക്കുന്നതേയുള്ളൂ, ഞങ്ങൾ ഏറ്റുമാനൂരിൽ നിൽക്കുന്നതേയുള്ളൂ, സമ്മേളനം തീർക്കരുതേ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഇതാ കവാടത്തിലേക്ക് നോക്കിയാൽ അറിയാം വലിയ ഒരു തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. ഈ ഗ്രൗണ്ടിലേക്ക്, ഈ സമ്മേളന നഗരിയിലേക്ക് പ്രവേശിക്കുന്നതിനു വേണ്ടി മലങ്കര സഭയുടെ അങ്ങോളം ഇങ്ങോളമുള്ള വിശ്വാസികൾ 14 ദിവസം കൊണ്ട് ഇവിടെ എത്തിച്ചേരുവാനുള്ള ക്രമീകരണം ചെയ്തുവെങ്കിൽ മലങ്കര സഭയിലെ 25 ലക്ഷം പേരെ വിളിച്ചുകൂട്ടുവാൻ നമുക്ക് 2 മാസം മതി, തർക്കമില്ല പ്രിയപ്പെട്ടവരെ. പക്ഷേ മലങ്കര സഭയിലെ വിശ്വാസികൾ മുഴുവൻ വിളിച്ചുകൂട്ടുന്ന ഒരു വേദി കേരളത്തിൽ ഉണ്ടാക്കരുതേ എന്ന് മാത്രമേ ഇവിടം ഭരിക്കുന്ന ഗവൺമെന്റിനോട് പറയുവാനുള്ളൂ. ഇവിടെ വളരെ സമാധാനപരമായ ഒരു റാലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നിരിക്കുന്നവരെയും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നവരെയും എല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരളത്തിന് പുറത്ത് മദ്രാസിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഇന്ത്യക്ക് പുറത്ത് പല രാജ്യങ്ങളിൽ നിന്നും ഇവിടെ വിശ്വാസികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അതുപോലെ ഇവിടെ നമ്മുടെ വസ്തുനിഷ്ഠമായ വാർത്തകൾ പുറത്ത് അറിയിക്കേണ്ട വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഉച്ചയ്ക്ക് മുമ്പ് മുതൽ തന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർ ഏവരെയും ഈ സമ്മേളനത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ മഹാസമ്മേളനത്തിന് ഈ മൈതാനത്തിന്റെ കിഴക്ക് വശത്തേക്ക് ദയവ് ചെയ്ത് ബിൽഡിങ്ങിന്റെ വശത്തേക്കല്ല, ഈ മതിൽക്കെട്ടിന്റെ വശത്തേക്ക് കൂടുതൽ ആളുകൾ മാറിക്കൊടുത്ത് സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. 1-2 പ്രധാനപ്പെട്ട അറിയിപ്പുകൾ കൂടിയുണ്ട്. ഏരിയ കത്തീഡ്രലിന്റെ വളപ്പിൽ നിന്ന് ഈ പരിപാടിയിൽ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുവാൻ പരിശുദ്ധ ബാവാ തിരുമേനിയെ സവിനയം സാദരം ക്ഷണിക്കുന്നു. പരിശുദ്ധ ബാവാ തിരുമേനിയുടെ പ്രാരംഭ അനുഗ്രഹ വചസ്സുകൾക്ക് ശേഷം മുംബൈ, കൽക്കട്ട ഭദ്രാസനങ്ങളുടെ അധിപൻ ഗീവർഗീസ് മാർ കൂറിലോസ് മെത്രാപ്പോലീത്ത തിരുമനസ്സുകൊണ്ട് പരിശുദ്ധ പിതാവിന്റെ ഉദ്ഘാടന പ്രസംഗം വായിച്ച് അവതരിപ്പിക്കുന്നതാണ്. നമ്മുടെ സഭയുടെ ഇന്നത്തെ നന്നായ ഘട്ടത്തിൽ നമ്മൾ എല്ലാവരും കൂടി ഒന്ന് കൂടി പല കാര്യങ്ങളും ചിന്തിക്കേണ്ടതാണെന്ന് ഡൽഹിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്.